ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം തെളിഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ മുന്നണികൾക്ക് വിമതശല്യം. ഗുരുവായൂർ നഗരസഭയിൽ 3 മുന്നണികൾക്കും വിമത ഭീഷണി. ചാവക്കാട് നഗരസഭയിൽ LDFന് ആശ്വാസം. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് ചാവക്കാട് നഗരസഭയിൽ കോൺഗ്രസിൽ ഭിന്നത. 7-ാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളില്ല. ഇരു ഗ്രൂപ്പിലെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കഴിഞ്ഞ ദിവസം ചത്ത തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവുനായ്ക്കൾക്കും ബുധനാഴ്ച മുതൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നടത്തും. ചാടൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനക്കയത്തെ കുമ്മാട്ടിക്കലിങ്ങിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചില്ല. മലയോര മേഖലയായ മലക്കപ്പാറ ഒറ്റപ്പെട്ടു. ചെറുതുരുത്തിയിൽ പിക്കപ്പ് വാനും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. നടത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. മരത്തങ്കോട് AKG നഗറിൽ ഇടിമിന്നലിൽ വൻ നാശനഷ്ടം. 2 പേർക്ക് പരിക്കേറ്റു. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തെളിഞ്ഞു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയായപ്പോൾ പലയിടങ്ങളിലും മുന്നണികൾക്ക് വിമതശല്യമുണ്ട്. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിന് 3 ഡിവിഷനുകളിലും LDFന് 3 ഡിവിഷനുകളിലും NDAക്ക് 1 ഡിവിഷനിലുമാണ് വിമത ഭീഷണി നിലനിൽക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് മാണി വിഭാഗം പത്രിക പിൻവലിച്ചത് LDFന് ആശ്വാസമായി. കോർപ്പറേഷനിലെ 3 ഡിവിഷനുകളിലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരത്തെ പത്രിക നൽകിയിരുന്നത്. LDF നേതാക്കൾ നടത്തിയ മാരത്തോൺ ചർച്ചയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയായിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ 3 മുന്നണികൾക്കും വിമത സ്ഥാനാർത്ഥികൾ. ഏറ്റവും കൂടുതൽ LDFന്. 3 വാർഡുകളിലെ LDFന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. നിലവിലെ വൈസ് ചെയർപേഴ്സൺ CPIയിലെ അനീഷ്മ ഷനോജ് മത്സരിക്കുന്ന പൂക്കോട് വെസ്റ്റ് വാർഡിൽ CPMലെ ഒരു വിഭാഗത്തിന് പിന്തുണയോടെ ലിസി ബൈജുവാണ് മത്സരരംഗത്തുള്ളത്. ഇരിങ്ങപ്പുറം സൌത്തിൽ CPIയിലെ KK ജ്യോതിരാജനെതിരെ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് ചന്ദ്രനാണ് മത്സരിക്കുന്നത്. കോട്ട നോർത്തിൽ CPM അംഗമായ സിനോവും വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. ഇവിടെ V അനൂപാണ് CPM സ്ഥാനാർത്ഥി. ഹൈസ്കൂൾ വാർഡിൽ BJP ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന KK സുമേഷ് കുമാറാണ് വിമത സ്ഥാനാർത്ഥി. നിലവിലെ കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥാണ് BJP സ്ഥാനാർത്ഥി. പുതുശ്ശേരിപ്പാടം വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിലെ PS രാജൻ മത്സരിക്കുന്നുണ്ട്. നിലവിലെ കൌൺസിലർ KM മെഹ്റൂഫാണ് ഇവിടെ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. വിമത സ്ഥാനാർത്ഥികളുടെ പത്രിക പിൻവലിപ്പിക്കുവാൻ 3 മുന്നണികളും നടത്തിയ ശ്രമം ഫലം കണ്ടില്ല. ചാവക്കാട് LDFന് ആശ്വാസം. നഗരസഭയിൽ CPM CPI സീറ്റ് തർക്കത്തെ തുടർന്ന് CPIയിലെ ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. എന്നാൽ ചർച്ചയെ തുടർന്ന് ഇതെല്ലാം പിൻവലിച്ചു. നഗരസഭ 16-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഏരിയ കമ്മിറ്റി അംഗമായ AH അക്ബറിനെതിരെ പാർട്ടി അംഗം ബിനു ഷാനവാസ് വിമതനായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് DC അംഗം ഉൾപ്പെടെ 6 പേർ വിമതരായി നൽകിയ പത്രികയും പിൻവലിച്ചു. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് ചാവക്കാട് നഗരസഭയിൽ കോൺഗ്രസിൽ ഭിന്നത. 7-ാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളില്ല. ഇരു ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. നഗരസഭ 7-ാം വാർഡിൽ AI ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇല്ലാതായത്. നിലവിലെ 8-ാം വാർഡ് കൌൺസിലറും മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ ബേബി ഫ്രാൻസിസിനു വേണ്ടി I ഗ്രൂപ്പും കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഷോബി ഫ്രാൻസിസിനു വേണ്ടി A ഗ്രൂപ്പും പിടിമുറുക്കി. ഇരുകൂട്ടരും പത്രിക സമർപ്പിച്ചു. നിരവധി ചർച്ച നടന്നെങ്കിലും പിൻവലിക്കാൻ ഇരുകൂട്ടരും തയ്യാറായില്ല. തുടർന്ന് ബേബി ഫ്രാൻസിസിന്റെ ഡെമ്മി സ്ഥാനാർത്ഥിയെ പത്രിക നൽകിയ മുൻ കൌൺസിലർ സൈസൺ മാറോക്കിയുടെ ഭാര്യയ്ക്ക് DCC ചിഹ്നം അനുവദിച്ചു. എന്നാൽ ഇവർ പിൻവലിച്ചു. ഇതോടെ ഇരുകൂട്ടരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചു.
14 വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പത്രിക നൽകിയ നൌഷാദ് തെക്കുംപുറത്തിനെ DCC അംഗമാക്കാൻ ധാരണയായതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ പ്രതിഷേധിച്ച് മുൻ കൌൺസിലറും 14 വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ പീറ്റർ പാലിയൂർ ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. TCV ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കഴിഞ്ഞ ദിവസം ചത്ത തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പേവിഷബാധ ലക്ഷണം കാണിച്ച നായയെ നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു. മണിക്കൂറുകൾക്കകം ചത്ത നായയെ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ സംസ്കരിച്ചു. മേഖലയിൽ മറ്റു നായ്ക്കൾക്കും നായയുടെ കടിയേറ്റിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് ആരോഗ്യ വിഭാഗം നായയുടെ ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയായിരുന്നു. നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും ബുധനാഴ്ച മുതൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ആരംഭിക്കുമെന്ന് പൂക്കോട് വെറ്ററിനറി ഡോക്ടർ CR പ്രശാന്ത് അറിയിച്ചു. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാഴൂർ വപ്പുഴയിലാണ് സംഭവം. ചുള്ളിപ്പറമ്പിൽ സജീഷിന്റെ 14 വയസ്സുള്ള മകനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച വൈകിട്ട് 5:30 അച്ഛനെ അന്വേഷിച്ചാണ് പോലീസ് വീട്ടിൽ വന്നത്. പോലീസിനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നീ ആരാണ് ഇതെല്ലാം ചോദിക്കാൻ എന്ന് പറഞ്ഞ് ജീപ്പിൽ നിന്നിറങ്ങിയ അന്തിക്കാട് SI കാലിൽ ചവിട്ടുകയും പിന്നീട് വീടിനകത്തേക്ക് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ടതായും പറയുന്നു. ഇന്നലെ ഒരു 5:30 നേരത്ത് വീട്ടിലേക്ക് ഒരു ജീപ്പ് പോലീസുകാർ വന്നു. വന്നിട്ട് അച്ഛനോട് പറഞ്ഞു കയറാൻ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് സംഭവം, എന്തിനാ കയറുന്നു, വാറണ്ടുണ്ടോ, കേസ് വാറണ്ടായിണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പെട്ടെന്ന് ചൂടായി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം എന്നെ പിടിച്ച് കുന്തിയിട്ട് ഷൂ കൊണ്ട് കാലുമ ചവിട്ടി ഒന്ന് അമർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് നല്ല അടി അടിച്ചു. ചെകിട്ടത്തും മുഖത്തടിക്കും ചെയ്തു, വയറ്റത്തിടിക്കും ചെയ്തു, കാലുകൊണ്ട് ചവിട്ടും ചെയ്തു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ജീപ്പ് എടുത്ത് പോയി. പോലീസുകാർ പിന്നെ രാത്രിയൊക്കെ വിളിക്കലുണ്ടായിരുന്നു. ആലപ്പാട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ രാത്രി വിളിക്കലൊക്കെ ഉണ്ടായിരുന്നു. അന്തിക്കാട് പോലീസുകാർ വിളിച്ചു, എല്ലാവരും വിളിച്ചു, ഒത്തുതീർപ്പ് പോലെ അവർ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് ഇന്നലെ രാത്രി വന്ന് അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പോയി, ലീസ്റ്റൊക്കെ നോക്കി പോയി. തുടർന്ന് ഞായറാഴ്ച തന്നെ വിദ്യാർത്ഥി ആലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയുമാണ്. TCV തൃപ്രയാർ. ആനക്കയത്തെ കുമ്മാട്ടി കലുങ്ങിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാത്തതുമൂലം മലയോര മേഖലയായ മലക്കപ്പാറ ഒറ്റപ്പെട്ടു. KSRTC അടക്കമുള്ള സർവീസ് മാത്രമാണ് സംസ്ഥാന അതിർത്തി കൂടിയായ മലക്കപ്പാറയിൽ എത്തുന്നത്. കഴിഞ്ഞ 1 മാസമായി തുടരുന്ന ദുരവസ്ഥയ്ക്ക് എന്ന് മാറ്റമുണ്ടാകുമെന്ന് പറയാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. ചെറിയ വാഹനങ്ങളെ മാത്രം തൽക്കാലം കലുങ്കിലൂടെ കടത്തിവിടുന്നുണ്ട്. അടിത്തറയാകെ തകർന്ന കലുങ്കിൽ ഇത്തരം യാത്രകൾ കൂടി അപകടത്തിന് കാരണമാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. പുതിയ കലുങ്ക് നിർമ്മിക്കാതെ ശാശ്വത പരിഹാരമാകില്ലെന്ന് ഇതിലെ സ്ഥിരം വാഹനങ്ങൾ ഓടിക്കുന്നവർ പറയുന്നു. യാത്രക്കാരെ ഇറക്കിയ ശേഷം ബസ് മാത്രം കലുങ്കിലൂടെ കടന്നുള്ള യാത്രയാണ് ആഴ്ചകളായി നടക്കുന്നത്. അതിരപ്പിള്ളിയിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളെല്ലാം ഇപ്പോൾ വാഴച്ചാലിൽ വനം വകുപ്പ് തടയും. തമിഴ്നാട്ടിൽ നിന്നുള്ളവയെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിലും തടയും. നവംബർ 10 കലുങ്കിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പായില്ല. കലുങ്ക് നവീകരണത്തിനായി ബദൽ സംവിധാനം ഒരുക്കുന്നതിന് വനം വകുപ്പ് ഇതുവരെയും അനുമതി നൽകിയില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്നു. TCV ന്യൂസ്, ചാലക്കുടി. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക്.
ചെറുതുരുത്തിയിൽ പിക്കപ്പ് വാനും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. മലപ്പുറം സ്വദേശി അഫ്സലാണ് മരിച്ചത്. മണിക്കൂറുകളോളം വാഹനത്തിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവറെ അഗ്നിശമന സേനയെത്തിയാണ് പുറത്തെടുത്തത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ തകർന്നു. നടത്തറ ജംഗ്ഷന് സമീപം വാഹനാപകടം. ലോറിയുടെ പുറകിൽ മറ്റൊരു ലോറി ഇടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ മലപ്പുറം മഞ്ചേരി സ്വദേശി മുഹമ്മദ് റഫീസിനെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. കുന്നംകുളം മരത്തങ്കോട് AKG നഗറിൽ ഇടിമിന്നലിൽ വൻ നാശനഷ്ടം. 2 പേർക്ക് പരിക്കേറ്റു. കുരാറ്റുവളപ്പിൽ ആയിഷയുടെ വീടിന് കേടുപാടുകൾ പറ്റി. വീട്ടിലുണ്ടായിരുന്ന 22 വയസ്സുള്ള ഹജ്മ, 16 വയസ്സുള്ള ഷാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളും സ്വിച്ച് ബോർഡുകൾ, മീറ്റർ ബോക്സ്, മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കളും പൊട്ടിത്തെറിക്കുകയും കത്തി നശിക്കുകയും ചെയ്തു. വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി. വീടിന്റെ ചുമരിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. മാള പൂപ്പത്തിയിൽ നിയന്ത്രണം വിട്ട കാറടിച്ച് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണു. പൂപ്പത്തിയിൽ നിന്ന് മാളയിലേക്കുള്ള റോഡിലായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂരിൽ സ്കൂട്ടർ മോഷ്ടാവിനെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശി ആണ്ടൂർ കിഴക്കേതിൽ ഉദിനാണ് അറസ്റ്റിലായത്. കാട്ടകാമ്പാൽ സ്വദേശിനി ഷീജ സുഗതന്റെ സ്കൂട്ടറാണ് മോഷ്ടിച്ചത്. മാഞ്ചിറ റോഡിൽ സ്കൂട്ടർ നിർത്തി ക്ഷേത്ര ദർശനത്തിന് പോയതായിരുന്നു. മോഷ്ടിച്ച സ്കൂട്ടർ വളാഞ്ചേരിയിലെ സുഹൃത്തിന് പണയം വെച്ചതായി പോലീസ് കണ്ടെത്തി. ടെമ്പിൾ ഇൻസ്പെക്ടർ G. അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ വീടിന്റെ ടെറസിലേക്കുള്ള ഗോവണിയിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. കാങ്കലാത്ത് വീട്ടിൽ 65 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ടെറസിൽ നിന്ന് കൈവരിയില്ലാത്ത ഗോവണിയിലൂടെ ഇറങ്ങുന്നതിനിടയിൽ താഴേക്ക് വീഴുകയായിരുന്നുവെന്ന് കരുതുന്നു. അപസ്മാര രോഗിയാണ് ചന്ദ്രൻ. സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ചന്ദ്രന്റെ ഭാര്യ രാവിലെ ജോലിക്ക് പോയതായിരുന്നു. ചന്ദ്രൻ ടെറസിന് മുകളിൽ നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു. നാട്ടുകാരാണ് താഴെ വീണ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. റോഡിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ ഉടമയെ കണ്ടെത്തി നൽകി ലോട്ടറി വിൽപ്പനക്കാരൻ മാതൃകയായി. ഗുരുവായൂരിൽ വർഷങ്ങളായി ലോട്ടറി വിൽപ്പന നടത്തുന്ന ചേലക്കര സ്വദേശി രാമൻകുട്ടി നായർക്കാണ് തൈക്കാട് സെന്ററിൽ നിന്ന് മൊബൈൽ ഫോൺ ലഭിച്ചത്. റോഡിൽ വീണ് സ്ക്രീൻ പൊട്ടിയതിനാൽ ഉടമയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടിയാണ് ഉടമയെ കണ്ടെത്തിയത്. തൈക്കാട് ടെക്സ്റ്റൈൽസ് ഉടമയും ജുമാ മസ്ജിദ് മഹൽ പ്രസിഡന്റുമായ RM റാഫിയുടേതായിരുന്നു ഫോൺ. ഇയാളെ ബന്ധപ്പെട്ട് രാമൻകുട്ടി നായർ ഫോൺ തിരികെ ഏൽപ്പിക്കുകയായിരുന്നു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ അച്ഛനും മകളും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി സംഗീതാസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. പ്രശസ്ത വയലിൻ കലാകാരൻ മൈസൂർ മഞ്ജുനാഥും മകൾ മാളവി മഞ്ജുനാഥുമാണ് വയലിനിൽ വിസ്മയം തീർത്തത്. ത്യാഗരാജ കൃതികളായ ബ്രോവ ബാരമ എന്ന കീർത്തനത്തോടെയാണ് ആരംഭിച്ചത്. നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്ന കീർത്തനം ആദ്യ താളത്തിൽ വായിച്ചാണ് വയലിൻ മാന്ത്രികത അവസാനിപ്പിച്ചത്. നാഞ്ചിൽ അരുൾ മൃദംഗത്തിലും നീതുൽ അരവിന്ദ് ഗഞ്ചിറയിലും വാഴപ്പള്ളി കൃഷ്ണകുമാർ ഘടത്തിലും പക്കമേളമൊരുക്കി. സഹോദരിമാരും ചെന്നൈ സ്വദേശികളുമായ അർച്ചനയും ആരതിയും ചേർന്ന് അവതരിപ്പിച്ച കച്ചേരിയും ഹൃദ്യമായി. തുളസീദള എന്ന കീർത്തനം രൂപകതാളത്തിൽ ആലപിച്ചാണ് സഹോദരിമാർ തുടക്കം കുറിച്ചത്. ഇരുവരും ചേർന്ന് 1 മണിക്കൂറോളം സംഗീതോത്സവ വേദിയെ പാട്ടിന്റെ പാലാഴിയാക്കി. സുനിൽ ഗാർഗിന്റെ കച്ചേരിയും ആകർഷകമായി. PCB ന്യൂസ്, ഗുരുവായൂർ. ഫോൺ ചെയ്യാനെന്ന വ്യാജേന വയോധികനിൽ നിന്ന് ഫോൺ വാങ്ങി മുങ്ങിയയാളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ കർണക്കോട്ട് ബസാർ കിഴക്കേത്തല മണികണ്ഠനാണ് അറസ്റ്റിലായത്. ചെമ്മണ്ണൂർ സ്വദേശി രവിയുടെ ഫോണാണ് ഇയാൾ തട്ടിയെടുത്തത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തായിരുന്നു സംഭവം. മോഷ്ടിച്ച ഫോൺ പ്രതി ചൊവ്വലൂർപ്പടിയിലെ കടയിൽ വിറ്റിരുന്നു. ഇവിടെ നിന്നും പോലീസ് ഫോൺ കണ്ടെടുത്തു. ടെമ്പിൾ SHO G. അജയകുമാർ, ASIമാരായ K. സാജൻ, സീനിയർ CPOമാരായ NP സാജൻ, D. അരുൺ, ശ്രീനാഥ്, CPO റമീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പൂര്. പാറളം പഞ്ചായത്ത് അംഗം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരത്തിനിറങ്ങുമ്പോൾ പ്രിയതമന്റെ 1-ാം വാർഡിനെ ചേർത്ത് പിടിക്കാൻ ഭാര്യ രംഗത്ത്. കോടന്നൂർ ചാക്യാർകടവിലെ ചെറിയത്ത് ജൂബി മാത്യു റിൻസി ദമ്പതികളാണ് UDF സ്ഥാനാർത്ഥികളാകുന്നത്. പാർലം പഞ്ചായത്തിലെ കോടന്നൂരിൽ യുവദമ്പതികളാണ് മത്സരരംഗത്തുള്ളത്. നിലവിൽ 1-ാം വാർഡ് അംഗമായ ജൂബി മാത്യുവും അദ്ദേഹത്തിൻ്റെ ഭാര്യ റിൻസിയുമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണം? പ്രചരണം വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 1-ാം വാർഡിൽ, ഞാൻ ജയിച്ച വാർഡിൽ ഞങ്ങൾ 2 പേരും കൂടിയാണ് പ്രചരണത്തിന് പോയിരുന്നത്. നല്ല പോസിറ്റീവാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഈ 5 വർഷം നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ഗുണം നമുക്ക് അടുത്ത ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ വികസന സങ്കല്പം എന്താണ്? സാധാരണ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക, അതിൽ ഒരു അഴിമതിയും ഇല്ലാതെ നമ്മുടെ വാർഡിന്, അതായത് ഡിവിഷന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക, അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക, അത്രയാണ് ഉദ്ദേശം. ഈ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴും അതിനുശേഷം മെമ്പറാകുമ്പോഴും നമുക്ക് ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലിയുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങൾ 2 പേരും മത്സരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചാരണം വളരെ നല്ല രീതിയിൽ പോകുന്നു. എല്ലാ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ സപ്പോർട്ടാണ്. ജൂബിയേട്ട 5 വർഷം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അത് എനിക്ക് വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കരുതുന്നു. ഈ പ്രചരണ കാലഘട്ടത്തിൽ എനിക്ക് ഇത്രയും ദിവസങ്ങളിൽ ഇറങ്ങിയപ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണം വളരെ നല്ലതായിരുന്നു. അവരുടെ മെമ്പർ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം ഇനി വരുന്ന മെമ്പർ എന്ന് പറഞ്ഞിട്ടാണ് പല അമ്മമാരും സപ്പോർട്ട് ചെയ്തു പോകുന്നത്. 1-ാം വാർഡിലേക്ക് ഇനി എന്താണ് നമുക്ക് വികസന രംഗത്തേക്ക് കാണാനുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 5 വർഷക്കാലം ജൂബിയുടെ മെമ്പറായിരുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങളിൽ കൂടുതലുണ്ടായിരുന്നത് അവർക്ക് റോഡിൻ്റെ വികസനമായിരുന്നു. അതിൽ പല റോഡുകളും ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ ഇനിയും പൂർത്തീകരിക്കാനായിട്ടുള്ള റോഡുകൾ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് 2 പേര് മത്സരരംഗത്ത് വരുമ്പോൾ തീർച്ചയായും വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്ന കാര്യം ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയാണ് നമ്മുടെ വീട്ടുകാരുടെ പിന്തുണ? വീട്ടുകാർ അങ്ങനെ ആരും എതിർത്തൊന്നും പറഞ്ഞില്ല. ആദ്യം പാർട്ടി പറഞ്ഞു 1-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നുവെച്ചാൽ ഞങ്ങളെ മക്കളടക്കം എല്ലാവരും പറഞ്ഞു അമ്മ നിൽക്കുക എന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് ആളെയും കൂടെ അംഗീകരിച്ചപ്പോൾ അത് വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു കിട്ടിയ വലിയൊരു അംഗീകാരമാണ് പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും. രാവിലെ പണികളൊക്കെ എല്ലാം തീർത്ത് വെച്ചിട്ട് മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. അത് കഴിഞ്ഞ് അവർ വരുമ്പോൾ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളായിട്ട് നീങ്ങുമ്പോൾ ഞാനും വീണ്ടും സജീവമായിട്ടൊരു 9 മണി വരെ വീടുകളിൽ കയറി ഇറങ്ങി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ കൃഷി രംഗത്ത് വളരെ സജീവമായ രംഗത്തുള്ള ആളാണ് ജൂബി. എങ്ങനെയാണ് കൃഷി പ്രവർത്തനങ്ങൾ നോക്കി കാണുന്നത്? ഞാൻ മെമ്പറായ സമയത്തായാലും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. പശുവിൻ്റെ ഫാമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തൊട്ടൊരു 7:30-8 മണിയാകുമ്പോഴേക്കും എൻ്റെ വർക്കെല്ലാം തീർത്തിട്ട് 10 മണിക്ക് ശേഷം ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങും. ഏതായാലും വിജയപ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സ്ഥാനാർത്ഥി കുടുംബം. കോടന്നൂരിൽ നിന്ന് ക്യാമറാമാൻ പ്രവീണിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. എടത്തിരുത്തിയിൽ UDF സ്ഥാനാർത്ഥിയോടെ നാമനിർദ്ദേശ പത്രിക തള്ളി. 2-ാം വാർഡിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്ന ഇൻഷാദ് വലിയകത്തിന്റെ പത്രികയാണ് തള്ളിയത്. ക്രിമിനൽ കേസിൽ ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു. അത് അയോഗ്യതയായി പരിഗണിച്ച് എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്ന ഹിയറിംഗിന് ശേഷമാണ് റിട്ടേണിംഗ് ഓഫീസർ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ഇതോടെ ഡമ്മിയായി പത്രിക നൽകിയ ഷാജഹാൻ പുഴങ്കരയിലത്ത് 2-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. എടത്തിരുത്തിയിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയോടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, അഡ്വക്കേറ്റ് PH മഹേഷ്, മണ്ഡലം പ്രസിഡന്റ് KK രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡ് തീവച്ച് നശിപ്പിച്ചെന്ന് പരാതി. 23-ാം വാർഡ് UDF സ്ഥാനാർത്ഥി സരിത പ്രഭാകരന്റെ ഫ്ലക്സ് ബോർഡാണ് കത്തിച്ചത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി പറഞ്ഞു. സംഭവത്തിൽ സ്ഥാനാർത്ഥി സരിത പ്രഭാകരൻ ചേലക്കര പോലീസിൽ പരാതി നൽകി. ചാലക്കുടി നഗരസഭയിൽ LDF ഘടകകക്ഷി നേതാവ് NDA സ്ഥാനാർത്ഥിയായി. ജനതാദൾ S ദേശീയ കൗൺസിൽ അംഗം ജോസ് പൈനാടത്താണ്
കാരക്കുളത്തുനാട് വാർഡിൽ NDA സ്ഥാനാർത്ഥിയായത്. BJP നേതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ആപ്പിൾ ചിഹ്നത്തിലായിരിക്കും ജോസ് പൈനാടത്ത് മത്സരിക്കുക. 2005 ഇതേ വാർഡിൽ കൗൺസിലറായിരുന്നു ജോസ് പൈനാടത്ത്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിയെ LDF നിരാകരിച്ചതിന്റെ പ്രതിഷേധമാണ് പുതിയ സ്ഥാനാർത്ഥിത്വമെന്ന് ജോസ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ JDS എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് കേന്ദ്രത്തിൽ NDAയുടെ ഘടകകക്ഷിയാണ്. കേരളത്തിൽ പല ഭാഗത്തും തൃശ്ശൂർ കോർപ്പറേഷനിൽ വരെ ഞങ്ങളുടെ ആളുകൾ നിലവിലുണ്ടായിരുന്ന 15 കൊല്ലം കൗൺസിലറായിട്ടിരുന്ന ഞങ്ങളുടെ കൗൺസിലർ പോലും ഇപ്പോൾ NDA ലൈനിൽ പോയി. അതിൻ്റെ കാരണം ഞങ്ങൾ കേന്ദ്രത്തിൽ NDA ലൈനിൽ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ NDA പിന്തുണയ്ക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു. NDA എന്നെയും പിന്തുണയ്ക്കുന്നൊരു നിലപാട് സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി LDF പ്രകടന പത്രിക പുറത്തിറക്കി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരന് കൈമാറി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. PB ഖൈസ്, ഷീല രാജ്കമൽ, അഷ്റഫ് സാമ്പാൻ, TP പ്രഭേഷ്, PN വിനയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടണശ്ശേരി പഞ്ചായത്തിൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും പാവറട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചതായി ഷമീറ ഖാദർ മോൻ അറിയിച്ചു. 20 വർഷത്തോളമായി മഹിളാ കോൺഗ്രസിൽ സജീവ പ്രവർത്തകയാണ്. 5 വർഷത്തോളം പഞ്ചായത്തിലെ ആശാവർക്കറായിരുന്നു. വാർഡ് മീറ്റിംഗിൽ സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് തന്റെ പേരും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ചില പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് ഒഴിവാക്കിയെന്നും ഷമീറ ആരോപിച്ചു. മാള പഞ്ചായത്തിലെ 2 വാർഡുകളിൽ UDF-നും 1 വാർഡിൽ LDF-നും വിമത ഭീഷണി. 16-ാം വാർഡിൽ UDF വിമത സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി, മുൻ മെമ്പർ അഡ്വക്കേറ്റ് G കിഷോർ കുമാർ എന്നിവരാണ് രംഗത്തുള്ളത്. ജോഷി കാഞ്ഞൂത്തറയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. വാർഡ് 11-ൽ UDF സ്ഥാനാർത്ഥി ജിയോ ജോർജ് കൊടിയനെതിരെ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയായ സഹോദരൻ ലിയോ ജോർജ് കൊടിയൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോഷി പെരേപാടൻ എന്നിവർ മത്സരിക്കുന്നുണ്ട്. വാർഡ് 9-ൽ LDF-ലെ CPM ഔദ്യോഗിക സ്ഥാനാർത്ഥി NB സുരേഷ് ബാബുവിനെതിരെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ വൈസ് പ്രസിഡന്റുമായ TP രവീന്ദ്രൻ വിമതനായി മത്സരരംഗത്തുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ 2 യുവാക്കളെ MDMA-യുമായി റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടി. ഇരിങ്ങാലക്കുട കണ്ഠേശ്വരം സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ പ്രജു, കൊരുമ്പിശ്ശേരി സ്വദേശി നാരാട്ടിൽ വീട്ടിൽ പ്രണവ് എന്നിവരെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കൂടൽമാണിക്യം വെസ്റ്റ് നടയിൽ നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന MDMA-യുമായി പ്രതികൾ പിടിയിലായത്. ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ PT മോഹനകൃഷ്ണന്റെ വക വിളക്ക് ആഘോഷിച്ചു. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഇടയ്ക്ക നാഗസ്വരമേളം അകമ്പടിയായി. വിളക്കാഘോഷത്തിന്റെ 25ാം ദിവസമായി ചൊവ്വാഴ്ച മുതൽ പാരമ്പര്യ വിളക്കുകൾ തുടങ്ങും. കപ്രാട്ട് കുടുംബം വക പഞ്ചമി വിളക്ക് ആഘോഷത്തോടെയാണ് പാരമ്പര്യ വിളക്കുകൾ തുടങ്ങുന്നത്. രാത്രി ചുറ്റുവിളക്കുകൾ തെളിയിച്ച് എഴുന്നള്ളിക്കുമ്പോൾ ഇടയ്ക്ക നാഗസ്വരമേളം അകമ്പടിയാകും. ഭഗവതിക്കും ചുറ്റുവിളക്കുണ്ടാകും. ആമ്പക്കാട് സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഡോൺ തിരുവംകുന്നേൽ സഹകാർമ്മികനായിരുന്നു. തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണ സമ്മേളനം അഴീക്കോട് ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ചു. CA നസീർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകൻ ഇക്ബാൽ കൊടുങ്ങല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. PA സീതി, ഡോക്ടർ KS ഷിഹാബുദ്ദീൻ, ഷിബിന എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂരിന് പുതുമയാർന്ന ആത്മീയാനുഭവമായി പഞ്ചുരുളി തെയ്യം അനുഗ്രഹ വർഷം ചൊരിഞ്ഞു. സത്യസായി ബാബയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗുരുവായൂർ സായി മന്ദിരത്തിൽ പഞ്ചുരുളി ദൈവക്കോലം എഴുന്നള്ളിയത്. ജന്മദിന ശതാബ്ദി സാംസ്കാരിക സമ്മേളനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ഹരിതം ഗ്രൂപ്പ് ചെയർമാൻ PK ഹരിദാസ്, അഡ്വക്കേറ്റ് മാങ്ങോട്ട് രാമകൃഷ്ണൻ, സബിത രഞ്ജിത്ത്, അരുൺ C നമ്പ്യാർ, സതീഷ് ഗുരുവായൂർ, ഹേന ബാഹുലയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നൃത്തോത്സവത്തിൽ പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. തൃശൂർ ദേവമത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളെ പങ്കെടുപ്പിച്ച് ചാവറ ഫെസ്റ്റ് നടത്തി. ദേവമാത വികാർ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നദിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. ദേവമാത കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ഫാദർ പ്രവീൺ പുത്തൻചിറക്കാരൻ, പ്രിൻസിപ്പൽ ജോയ് KD, പ്രധാന അധ്യാപകരായ PF ജോസ്, പ്രിൻസി PP, ജനറൽ കോർഡിനേറ്റർ ഹീര തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരുമപടി പഞ്ചായത്തിന്റെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വയോജന കോർഡിനേറ്റർ KC ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി അധ്യക്ഷനായി. ചടങ്ങിൽ മുതിർന്ന അംഗം സലീം എരുമപ്പെട്ടിയെ ആദരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ BJ ജോബി, ICDS സൂപ്പർവൈസർ വിനീത ഉണ്ണികൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CG ജോസഫ്, KF ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവത്തിന് വ്യാഴാഴ്ച കൊടിയേറും. രാത്രി 8:30 ക്ഷേത്രം തന്ത്രി പട്ടംതുരുത്തി മേക്കാട്ട് ശങ്കര നമ്പൂതിരി കൊടിയേറ്റ് നിർവഹിക്കും. രാത്രി കുഴൂർ സുധാകരമാരാർ നയിക്കുന്ന മേളത്തിന്റെ അകമ്പടിയോടെ കൊടിപ്പുറത്ത് വിളക്ക് നടക്കും. ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രം ഊട്ടുപുരയിൽ ആനച്ചമയ പ്രദർശനം നടക്കും. ഡിസംബർ 1-നാണ് ഏകാദശി ഉത്സവം. ഏകാദശി ഉത്സവത്തിൽ 15 ആനകളെ അണിനിരത്തി ശീവേലിയും കാഴ്ച ശീവേലിയും കുടമാറ്റവും നടക്കും. 5-ന് അയ്യപ്പൻ വിളക്കോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണ മേനോൻ, സെക്രട്ടറി ആശാ മധു, MA ഗോവിന്ദൻ, BP പ്രഹ്ലാദൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,470 രൂപ, പവന് 91,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം തെളിഞ്ഞു. തൃശൂർ കോർപ്പറേഷനിൽ മുന്നണികൾക്ക് വിമതശല്യം. ഗുരുവായൂർ നഗരസഭയിൽ 3 മുന്നണികൾക്ക് വിമത ഭീഷണി. ചാവക്കാട് നഗരസഭയിൽ LDFന് ആശ്വാസം. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് ചാവക്കാട് നഗരസഭയിൽ കോൺഗ്രസിൽ ഭിന്നത. 7-ാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനാളില്ല. ഇരു ഗ്രൂപ്പിലെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കഴിഞ്ഞ ദിവസം ചത്ത തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും ബുധനാഴ്ച മുതൽ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകും. ചാഴൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ കേൾവിശക്തി നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനക്കയത്തെ കുമ്മാട്ടിക്കലുങ്ങിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചില്ല. മലയോര മേഖലയായ മലക്കപ്പാറ ഒറ്റപ്പെട്ടു. ചെറുതുരുത്തിയിൽ പിക്കപ്പ് വാനും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ചു. നടത്തറയിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം.
മരത്തങ്കോട് AKG നഗറിൽ ഇടിമിന്നലിൽ വൻ നാശനഷ്ടം. 2 പേർക്ക് പരിക്ക്. വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.